ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ജസ് ക്രിയേറ്റീവ് വേൾഡ്. ഇന്നത്തെ റെസിപ്പി നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ഈവനിങ് സ്നാക്കാണ്. നല്ല ക്രിസ്പിയാണിത്. ഇത് നമ്മളെപ്പോഴും വീട്ടിലുണ്ടാവുന്ന കുറച്ച് ചേരുവകൾ വെച്ച് ഉണ്ടാക്കുന്നതാണ്. ഈവനിങ് സ്നാക്കായിട്ട് മാത്രമല്ല, ചോറിൻ്റെ കൂടെ സൈഡ് ഡിഷായിട്ടും ഇത് എടുക്കാം. പിന്നെ ഇതിൻ്റെ ഒരു പ്രത്യേകത, തീരെ എണ്ണ കുടിക്കത്തില്ല. അങ്ങനത്തെ ഒരു സ്നാക്കും കൂടിയാണിത്. അപ്പോൾ നമുക്ക് നോക്കാം ക്രിസ്പി ആൻഡ് ടേസ്റ്റി ആയിട്ടുള്ള ഈ സ്നാക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നുള്ളത്. അതിനായിട്ട് കുറച്ച് ചേരുവകൾ ഞാനിവിടെ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. മല്ലിയില അരിഞ്ഞത് 1 പിടി, 1 തണ്ട് കറിവേപ്പില അരിഞ്ഞിട്ടുണ്ട്, പിന്നെ 3 പച്ചമുളകും ചെറുതാക്കി അരിഞ്ഞിട്ടുണ്ട്. ഇതിലത്തെ പ്രധാന ചേരുവ ചോറ് ബാക്കി വന്നതാണ്. 2 കപ്പ് ചോറ് ഞാൻ എടുത്തിട്ടുണ്ട്. ഏത് തരം ചോറായാലും കുഴപ്പമില്ല. ഞാനിവിടെ മട്ട റൈസാണ് എടുത്തിരിക്കുന്നത്. പിന്നെ എടുത്തിരിക്കുന്നത് 2 സവാള, ഒരു ചെറിയ കഷ്ണം ക്യാബേജ്, ഇടത്തരം സൈസിലുള്ള ഒരു ഉരുളക്കിഴങ്ങ്, ഇത്രയും എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് നമ്മൾക്കൊന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കണം. ആദ്യമേ തന്നെ ഉരുളക്കിഴങ്ങാണ് ഗ്രേറ്റ് ചെയ്യുന്നത്. ഉരുളക്കിഴങ്ങ് ഗ്രേറ്റ് ചെയ്തതിന് ശേഷം കുറച്ച് വെള്ളത്തിനകത്തോട്ട് ഇട്ട് കൊടുക്കണം. അപ്പം ഇത് ഗ്രേറ്റ് ചെയ്യുമ്പോൾ തന്നെ വെള്ളം റെഡിയാക്കി വെക്കുക. അതിനകത്തേക്ക് ഇത് ഇട്ട് കൊടുക്കാം. ഇത് കുറച്ച് സമയം അവിടെ കിടക്കട്ടെ. വെള്ളമെല്ലാം കളഞ്ഞിട്ട് വേണം നമ്മൾക്കിനി എടുക്കാനായിട്ട്. 2 സവാളയും കൂടെ ഇതേപോലെ ചെയ്തെടുക്കുന്നുണ്ട്. സവാള പൊടിയായിട്ട് അരിഞ്ഞാലും മതി, അങ്ങനെ ചെയ്താലും കുഴപ്പമില്ല. ഇനി ഇത് നമ്മൾ മിക്സ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന പാത്രത്തിനകത്തേക്ക് ഇടാം. ഞാനിവിടെ കുറച്ച് വലിയ പാത്രമാണ് എടുത്തിരിക്കുന്നത്. ഞാനിവിടെ ഇതേപോലെ കുറച്ച് വലിയ പാത്രം എടുത്തിട്ടുണ്ട്. അതിനകത്തേക്കാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. അടുത്തതായിട്ട് ക്യാബേജും കൂടെ ഗ്രേറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. ഇത് പൊടിയായിട്ട് അരിഞ്ഞെടുത്താലും മതി. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് വെജിറ്റബിൾസ് വേണമെങ്കിലും ഇടാം. ക്യാരറ്റ് വേണമെങ്കിലും ഇടാം, ബീൻസ്, ഇതെല്ലാം ഇടാം. ഞാനിവിടെ ഇപ്പം ഇത്ര എടുക്കുന്നുള്ളൂ. ക്യാബേജ് പൊടിയായിട്ട് അരിഞ്ഞതിന് ശേഷം 1/2 കപ്പെങ്കിലും ഉണ്ടായിരിക്കണം. ഇനി ഇട്ട് കൊടുക്കുന്നത്, നമ്മൾ നേരത്തെ ഉരുളക്കിഴങ്ങ് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ വെള്ളമെല്ലാം കളഞ്ഞതിന് ശേഷം നന്നായിട്ടൊന്ന് പിഴിഞ്ഞെടുക്കുക. എന്നിട്ട് അത് മുഴുവനായിട്ട് ഇട്ട് കൊടുക്കുക. ഇനി വേണ്ടത് നമ്മൾ നേരത്തെ എടുത്തു വെച്ച ബാക്കി വന്ന ചോറാണ്. ഇത് 2 കപ്പുണ്ട്. അത് മുഴുവനായിട്ട് ഇട്ട് കൊടുക്കുക. പിന്നെ നമ്മൾ പൊടിയായിട്ട് അരിഞ്ഞു വെച്ച പച്ചമുളക്, കറിവേപ്പില, മല്ലിയില, ഇതെല്ലാം കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. നമ്മൾ ഇതിനകത്ത് മുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പം അത് നോക്കിയിട്ട് വേണം പച്ചമുളക് ഇട്ട് കൊടുക്കാനായിട്ട്. ഇനി നമ്മൾ പൊടികളാണ് ഇട്ട് കൊടുക്കുന്നത്. 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാലപ്പൊടി, പിന്നെ 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയും ഇട്ട് കൊടുക്കുന്നുണ്ട്. എരിവ് കുറച്ചധികം വേണ്ടവരാണെങ്കിൽ 1 ടീസ്പൂൺ നോർമൽ മുളക് പൊടി ഇട്ട് കൊടുത്താലും മതി. ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുക്കുക. എല്ലാം കൂടെ നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. ചോറൊക്കെ നന്നായിട്ട് ഉടയുന്ന രീതിയിൽ വേണം കുഴയ്ക്കാനായിട്ട്. ചോറ് മിക്സിക്കകത്തിട്ട് അരച്ചതിന് ശേഷം ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കരുത്. അങ്ങനെ ആവുമ്പോൾ ഭയങ്കരമായിട്ട് ഒട്ടലായിരിക്കും. നമ്മൾക്കിത് ശരിക്കും കുഴച്ചെടുക്കാൻ പറ്റത്തില്ല. ഇപ്പം ചോറെല്ലാം നല്ലപോലെ കൈവച്ച് ഉടച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കുന്നത് കടലമാവാണ്. അത് 1 കപ്പ് എടുത്തിട്ടുണ്ട്. ആവശ്യത്തിന് നമുക്ക് കുറേശ്ശെയായിട്ട് ഇട്ട് കൊടുക്കാം. ചില ടൈപ്പ് ചോറിന് കുറച്ചധികം കടലമാവ് വേണ്ടി വരും, ചിലതിന് അത്രയും വേണ്ടി വരത്തില്ല. അപ്പം അത് നോക്കിയിട്ട് വേണം നമ്മൾ ഇട്ട് കൊടുക്കാനായിട്ട്. ഞാനിപ്പം ഇവിടെ 1 കപ്പ് മുഴുവൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ചില ടൈപ്പ് ചോറിന് 1 കപ്പിനേക്കാളും കൂടുതൽ വേണ്ടി വരും. ചപ്പാത്തി മാവിനേക്കാളും കുറച്ചും കൂടെ ലൂസായിട്ടുള്ളൊരു മാവ് വേണം നമുക്ക് കുഴച്ചെടുക്കാനായിട്ട്. ഇപ്പം നമ്മൾ മാവെല്ലാം നല്ലപോലെ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി കയ്യിൽ കുറച്ച് എണ്ണ തേച്ചതിന് ശേഷം നമ്മൾക്കിത് ഷേപ്പാക്കി എടുക്കാം. ഇത് വേണമെന്നുണ്ടെങ്കിൽ ഉരുള പോലെ ഉരുട്ടിയെടുക്കാം, അല്ലെങ്കിൽ ഇതേപോലെ കുറച്ച് പരത്തിയിട്ട് വേണമെങ്കിലും എടുക്കാം. എങ്ങനെയായാലും കുഴപ്പമില്ല. കുറച്ചെണ്ണം ഷേപ്പാക്കി വയ്ക്കുക. ഇത് ഷേപ്പാക്കാൻ തുടങ്ങുന്നതിന് മുന്നേ ആയിട്ട് ഇത് ഫ്രൈ ചെയ്യാനുള്ള ഓയിലും കൂടെ അടുപ്പത്ത് വയ്ക്കാം. എണ്ണ നന്നായി ചൂടായി കഴിഞ്ഞാൽ നമ്മൾക്കിത് ഓരോന്നായിട്ട് എണ്ണയ്ക്കകത്ത് ഇട്ട് കൊടുക്കാം. ചെറുതായിട്ട് ഗോൾഡൻ ബ്രൗൺ ആകുന്നവരെ ഫ്രൈ ചെയ്തെടുക്കുക. പുറം ഭാഗം നല്ല ക്രിസ്പി ആയിരിക്കും, ഉള്ളിൽ കുറച്ച് സോഫ്റ്റായിട്ടായിരിക്കും ഇരിക്കുന്നുണ്ടാവുക. നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാനായിട്ട്. തീ ഒരുപാട് കൂട്ടി വെക്കേണ്ട ആവശ്യമില്ല. മീഡിയം ഫ്ലെയിമിൽ വെച്ചാൽ മതി. തീ കൂട്ടി വെച്ച് കഴിഞ്ഞാൽ പുറം ഭാഗം പെട്ടെന്ന് തന്നെ ബ്രൗൺ ആയി പോവും. പിന്നെ ഉൾഭാഗം ശരിക്കും വെന്തും കിട്ടത്തില്ല. നമ്മൾ ആദ്യം ഇട്ട് കൊടുത്ത ട്രിപ്പ് ഇവിടെ ആയിക്കഴിഞ്ഞിട്ടുണ്ട്. ഇതേപോലെ തന്നെ എല്ലാം ഉണ്ടാക്കിയെടുക്കുക. ഇത് എണ്ണയിലാണ് വറുത്തെടുക്കുന്നത് എങ്കിൽ പോലും തീരെ എണ്ണ കുടിക്കാത്തൊരു സ്നാക്കും കൂടിയാണിത്. നമ്മളിത് തൊട്ട് കഴിഞ്ഞാൽ കയ്യിലൊന്നും തീരെ എണ്ണയാവത്തില്ല. ഉച്ചയ്ക്ക് ചോറ് ബാക്കി വന്നു കഴിഞ്ഞാൽ ഈവനിങ് സ്നാക്കായിട്ട് ഉണ്ടാക്കാൻ പറ്റിയ നല്ലൊരു റെസിപ്പിയും കൂടിയാണിത്. ഇത് ചൂടോടെ തന്നെ കഴിക്കാനാണ് ഏറ്റവും ടേസ്റ്റ്. ചൂട് ചായക്കൊപ്പം നല്ല കോമ്പിനേഷനാണ്. ഇനി ഒരെണ്ണം എടുത്തൊന്ന് പൊട്ടിച്ച് നോക്കാം. പുറം ഭാഗം നല്ല ക്രിസ്പി ആയിട്ടാണ് ഇരിക്കുന്നത്, ഉൾഭാഗം കുറച്ച് സോഫ്റ്റാണ്. അപ്പം എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഷെയർ ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് കൂടെ ചെയ്യുക. അതിൻ്റെ സൈഡിലുള്ള ബെല്ലൈക്കണിലെ ഓൾ എന്നുള്ള ഓപ്ഷനോടെ ക്ലിക്ക് ചെയ്യുക. അപ്പം നെക്സ്റ്റ് ടൈം ഞാൻ വീഡിയോ ഇടുമ്പോൾ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരുന്നതായിരിക്കും. ഇതുണ്ടാക്കി നോക്കിയതിന് ശേഷം നിങ്ങളുടെ ഫീഡ്ബാക്സ് എല്ലാം കമൻസിലൂടെ അറിയിക്കാൻ മറക്കരുത്. നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു.